ഡോക്ടർ മേരി ജോർജ്, അതായത് കടക്കെണിയുണ്ട്, അങ്ങ് നേരത്തെ അത് വ്യക്തമാക്കി പറഞ്ഞതാണ്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ ഒന്നില്ല, ഞങ്ങൾക്ക് പിൻബലമായി പശ്ചാത്തല വികസനത്തിന് കൊണ്ടുവന്ന കിഫ്ബി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ യാഥാർത്ഥ്യം എത്രമാത്രം വലിയ ശതമാനം അധിക കടത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ധൂർത്ത് മറുവശത്ത് നടക്കുന്നുമുണ്ട്. ഈ ഇല്ലായ്മയും ധൂർത്തും ഒരേ സമയം എങ്ങനെ? മിസ്റ്റർ കൃഷ്ണരാജ് എന്നോടാണോ? അതെ അതെ, മേഡത്തോടാണ്. ഹലോ മിസ്റ്റർ കൃഷ്ണരാജ്, എന്നോടാണോ? ഓക്കെ. അപ്പോൾ സുരേഷ് ബാബു നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ നിതിൻ ഗഡ്കരി നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ പറഞ്ഞ് ഒരു 10-20 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഭൂമി ഏറ്റെടുക്കാൻ ഇത്ര വിലയില്ലായിരുന്നു, ഇപ്പോൾ വില ഒത്തിരി കൂടിയിരിക്കുന്നതുകൊണ്ട് കേന്ദ്രത്തിന് ഭൂമി ഏറ്റെടുക്കാൻ പൂർണ്ണമായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ 10-20 കൊല്ലം എന്ന് നിതിൻ ഗഡ്കരി പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2014 BJP ഗവൺമെൻറ് വരുന്നത്. അങ്ങനെ 2014 വന്ന BJP ഗവൺമെൻറ് രണ്ടാം BJP ഗവൺമെൻറ്റിലാണല്ലോ ശ്രീ പിണറായി വിജയൻ അവകാശപ്പെടുന്നത് നാഷണൽ ഹൈവേ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ സ്വത്താണെന്നാണ്, അല്ലെങ്കിൽ കർമ്മ പദ്ധതിയാണ്, കർമ്മഫലമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയാറുള്ളത്. അപ്പോൾ അതൊന്നും സുരേഷ് ബാബു ശ്രദ്ധിക്കണം. പിന്നെ 25% മാത്രമേ ഭൂമി ഏറ്റെടുക്കലിൻ്റെതിന് സംസ്ഥാന ഗവൺമെൻറ് വഹിക്കേണ്ടി വന്നിട്ടുള്ളൂ. ആ കാരണം പറഞ്ഞല്ല UDF ഗവൺമെൻറ് അന്ന് ഭരണത്തിൽ പോകുന്ന UDF ഗവൺമെൻറ് നാഷണൽ ഹൈവേക്ക് വേണ്ടി വളരെയധികം കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് ഗവൺമെൻറ് മാറി വരുന്നത്. ഗവൺമെൻറ് മാറി വന്നപ്പോൾ ആ സമയത്ത് അവരുടെ ഓഫീസ് അടച്ചു പോയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും UDF ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്നതിൻ്റെ നേർരേഖയല്ലേ മിസ്റ്റർ സുരേഷ് ബാബു മറ്റേ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ തിരിശേഷിപ്പുമായിട്ട് കോട്ടയത്തേക്കുള്ള യാത്രയിൽ ജനം എങ്ങനെയാണ് അതിനെ അകമ്പടി സേവിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ UDF ഗവൺമെൻറ് എങ്ങനെയായിരുന്നു എന്നുള്ളതിന് വേറൊരു എക്സാമ്പിൾ വേണ്ട. ഇനി ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും വരികയാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ അതായത് നേട്ടങ്ങളിലേക്ക് വരികയാണ്. അദ്ദേഹം പറയുന്നത് പോലെയുള്ള നേട്ടങ്ങൾ. ഇപ്പോൾ ഒരു കാരണം, അതായത് 3 ലക്ഷത്തിലധികം സംരംഭങ്ങൾ, അത് ആര് കേട്ടാലും ചിരിച്ചു പോകും. മിസ്റ്റർ സേനാപതി അത് നല്ല കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടെയുള്ള ആകെ സംരംഭങ്ങൾ എന്ന് പറയുന്നത് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ആണ്. അതേപ്പറ്റി വളരെ വ്യാപ്തമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പഠനം ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബശ്രീ സംരംഭങ്ങൾ വാസ്തവമാണ്. അത് പക്ഷേ അവർക്ക് മാത്രമേ തൊഴിൽ നൽകുന്നുള്ളൂ, പുറത്തുനിന്ന് ആർക്കും തൊഴിൽ നൽകുന്നില്ല. അപ്പോൾ ഇവിടെ നടന്ന അതായത് ഈ ഗവൺമെൻറ് തന്നെ അപ്പോയിൻ്റ് ചെയ്ത ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ, ആ കമ്മീഷൻ്റെ ഒരു ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അസംബ്ലിയിൽ വെച്ച ഒരു ഉത്തരം എന്തായിരുന്നു? അത് ഒരു 2 ആഴ്ച മുൻപ് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അതായത് ആ വാതിൽ അടയ്ക്കുക. ഏത് വാതിലാണ് അടയ്ക്കാൻ പറഞ്ഞ്? പിൻവാതിൽ നിയമനം നടത്തുന്ന വാതിൽ, അതാണ് അടയ്ക്കുക എന്ന് പത്രങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ കണ്ടെത്തിയതനുസരിച്ച് ആ റിപ്പോർട്ട് മുഴുവൻ നോക്കിയാൽ മതി, വളരെയധികം പുറം വാതിൽ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നു. കാരണം ഇതുപോലെ റാൻമൂളികളായിട്ട് സ്തുതിപാഠകരായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് നട്ടല്ലില്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പുറകെ നടക്കണമെന്നുണ്ടെങ്കിൽ അത് പിൻവാതിൽ നിയമനമായിരിക്കണം. ബുദ്ധിയോടുകൂടി PSC വഴി വരുന്ന ആരും തന്നെ സ്വന്തം ബുദ്ധി അടിയറവ് വെച്ച് ആർക്കെങ്കിലും സ്തുതി പാഠനം നടത്തുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് നിങ്ങളൊന്നെടുത്ത് നോക്കണം. അത് അസംബ്ലിയിൽ വെച്ചതാണ്, അതല്ലാതെ വെറും റിപ്പോർട്ടല്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന 25 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പിൻവാതിൽ നിയമനം. അതുകൊണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടത്തിയ മുഴുവൻ നിയമനങ്ങളും നിയമാനുസൃതമായ പരിശോധന നടത്തി അർഹതയുള്ളവരെ മാത്രം അപ്പോയിന്റ് ചെയ്യും, ബാക്കിയുള്ളവരെ പിരിച്ചുവിടുകയും ചെയ്യണമെന്ന് ഈ ഗവൺമെന്റിന്റെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷനാണ് ശുപാർശ ചെയ്തിരിക്കുന്നതും അസംബ്ലിയിൽ വന്നതും എന്ന് ഓർക്കുക.
അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനിലേക്ക് ഒന്ന് പോകാം. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ എന്താണ് ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റ് ഇൻ ദ ഇക്കോണമി? അതായത് കൃത്യമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ വീതം കിട്ടുകയാണെങ്കിൽ ആ 1600 രൂപയും അതത് മാസം തന്നെ വിപണിയിലെത്തുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ആ വിപണി ഉണരുന്നു. എത്രയാ? 62 ലക്ഷം പേർക്കാണ് അതായത് ഫ്രീ ബി ആയിട്ട് കൊടുത്തതാ. 42 ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന 42 ലക്ഷത്തെ 62 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചത് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, 62 ലക്ഷം പേരുടെ കയ്യിൽ 1600 രൂപ വീതം ഒരു മാസം കിട്ടിയാൽ അത് മുഴുവൻ വിപണിയിലെത്തുന്നു. അങ്ങനെ ഏതായാലും കുറച്ചെങ്കിലും പാവപ്പെട്ടവർക്കാണല്ലോ കിട്ടുന്നത്. വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വിപണിയിൽ അവരാവശ്യപ്പെടുന്ന ആ സാധനങ്ങളുടെ ഒക്കെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. അതിനനുസരിച്ച് അവിടെ ഉൽപാദനം വർദ്ധിക്കും. അപ്പോൾ മുഖ്യമന്ത്രി ക്ലെയിം ചെയ്യുന്നതുപോലെ കുറച്ചെങ്കിലും സംരംഭങ്ങൾ അതിൻ്റെ പേരിലെങ്കിലും വന്നേനെ. അതിന് പോലും നിവൃത്തിയില്ലാത്ത രീതിയിലാണ് എല്ലായ്പ്പോഴും അതിന് കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. ഇനി നമ്മൾ ആ കാർഷിക മേഖല, ആരോഗ്യ മേഖലയൊക്കെ പറഞ്ഞല്ലോ, കാർഷിക മേഖല ഒന്നെടുത്തു നോക്കുക. കാർഷിക മേഖലയിലെ കർഷകരെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ ഉല്ലസിച്ച് നടക്കുന്ന ഒരവസ്ഥ. വന്യമൃഗങ്ങളെ ഞാൻ കുറ്റം പറയുകയില്ല, അവ പരിസ്ഥിതിയുടെ ഭാഗമാണ്. അവയും ഒരു പരിധിവരെ നമ്മുടെ സഹോദരന്മാരാണ്. പക്ഷേ അവർക്ക് തീറ്റയും ഒക്കെ വനത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടതിന് പകരം അവ അത് തേടി നാട്ടിലേക്ക് വരുന്നു. അവ ഭയപ്പെടുത്തുന്നത് മൂലം കൃഷി ഉപേക്ഷിച്ചു പോകുന്നു. ഒരുപാട് കർഷകർ കൊല്ലപ്പെടുന്നു. ജീവിതം ഭീതിയിലാകുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് ആരാണ്? ഈ ഗവൺമെന്റിന്റെ അനാസ്ഥയല്ലാതെ ഒരു വനം മന്ത്രി നേരത്തെ സേനാപതി വേണു ഒരു പഠന റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞു. അത് 101% ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ ഇനി അതിലേക്ക് വരുന്നില്ല. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് കാർഷിക മേഖല, അന്നമില്ലെങ്കിൽ ആർക്കാണ് ജീവിക്കാൻ പറ്റുക? അന്നം ധനികനും അതുപോലെ ഏറ്റവും പാവപ്പെട്ടവനും ഒരുപോലെ ആവശ്യമുള്ള വസ്തുവല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് കാർഷിക മേഖല ഇത്രയധികം തള്ളപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. കാർഷിക മേഖലയുടെ മന്ത്രിയുടെ കുറ്റമായിരിക്കുകയില്ല. അതായത് ഒരു മന്ത്രിക്കും സ്വന്തം തീരുമാനമെടുക്കാൻ അവകാശമില്ലാത്ത ഒരു ഗവൺമെന്റ്, റാൻമൂളികളായിട്ട് കുറേ മന്ത്രിമാര്, അവരുടെ റാൻമൂളികളായിട്ട് കുറേ എന്താ പറയുക സെക്രട്ടറിമാരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവർ, ഒരൊറ്റയാള് ചങ്കൂറ്റത്തോടുകൂടി ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഈ ഗവൺമെന്റ് എന്നെ താഴെ പോകുമായിരുന്നു. അതാണ് അവസ്ഥ. ഇനി ഒക്കെ പോട്ടെ, വിദ്യാഭ്യാസ ഹബ്ബ്, ലോകത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒന്നാമത്തെ ബജറ്റിൽ ഡോക്ടർ ഐസക് മുതൽ തുടങ്ങിയതാണ്. എന്നിട്ട് എവിടെ നിൽക്കുന്നു ആ ഒന്നാമത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ്? ഇതാ ഈ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ നോക്കുക. ഇന്ത്യയിൽ നിന്ന് ആകെ എടുക്കുന്ന, അതായത് പഠനം വിദേശത്തോ സ്വദേശത്തോ ആകട്ടെ, പഠന വായ്പകളിൽ 37% കേരളത്തിൽ നിന്നാണെന്ന്, 37.1% കേരളത്തിൽ നിന്നാണെന്ന് ഓർമ്മിക്കുക. ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.5% മാത്രമാണ് കേരളത്തിലുള്ളത്. അപ്പൊ 2.5% പോപ്പുലേഷനിൽ അവരുടെ മക്കളെ റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്തിൽ താഴെയാണ്, ഏറ്റവും താഴ്ന്ന റേറ്റ് ഓഫ് ഗ്രോത്ത് ഉള്ള കേരളത്തില് ആ കുട്ടികൾ, ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് 37% വായ്പ എടുക്കുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ കേരളം വിടുക, കേരളത്തിൽ രക്ഷയില്ല. അതായത് കുട്ടികളെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. കൊലക്കളമായി മാറി കോളേജുകൾ, യൂണിവേഴ്സിറ്റികളും ഒക്കെ. നമുക്കറിയാം ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതുപോലെ രാസലഹരി മാഫിയ അങ്ങനെ അങ്ങ് പോവുകയാണ് ക്യാമ്പസുകൾ. അപ്പോൾ ക്യാമ്പസുകളിലേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ ക്യാമ്പസുകളിലേക്ക് അയക്കുന്ന എന്തിനാണ്? കിൻഡർ ഗാർട്ടനിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയെ അയച്ചാൽ പോലും അതിന് രാസലൈനി കലർന്ന മുട്ടായി കൊടുക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെല്ലാം തരം ഭയമാണ് മാതാപിതാക്കൾക്കെന്ന് അറിയാമോ? അതുപോലെ പോക്സോ കേസിനെ പറ്റി നമ്മുടെ തന്നെ ഒരു MP പാർലമെന്റിൽ ചോദിച്ചു ഒരു ചോദ്യം. അപ്പോൾ പറഞ്ഞത് ഇന്ത്യയിലെ പോക്സോ കേസുകൾ വളരെ പെട്ടെന്ന് അതിൻ്റെ പരിസമാപ്തിയിലെത്തി അവസാന വിധി വരുന്നു. പക്ഷെ കേരളത്തിൽ വളരെ പതുക്കെയാണ്. 11% കേസുകൾക്ക് മാത്രമാണ് വിധി കിട്ടിയത് എന്നാണ് നിരീക്ഷിച്ചത്. അപ്പോൾ പോക്സോ കേസുകൾ വളരെയധികം വർദ്ധിക്കുന്നു.
പക്ഷേ അതായത് എന്ന് വച്ചാൽ ഇരുണ്ട കേരളം, പ്രകാശം നശിച്ച കേരളം, കേരളത്തിൽ നിൽക്കുന്ന ഞാനടക്കം, ഞാൻ എൻ്റെ മക്കളോട് പോലും പറയുമായിരുന്നു, നിങ്ങൾ വിദേശത്ത് എവിടെ പഠിക്കാൻ പോയാലും തിരിച്ച് ഇന്ത്യയിൽ വരണം, ഇന്ത്യയെ സേവിക്കണമെന്ന്. എനിക്ക് പോലും ഇന്ത്യ വിട്ടുപോയാൽ കൊള്ളാമെന്ന് തോന്നത്തക്ക ഇരുണ്ട കേരളമായി കേരളം മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒക്കെ കാരണം ഈ 9 വർഷത്തെ ഭരണമാണ് എന്ന് LDF-കാർ മനസ്സിലാക്കണം.